നമസ്കാരം. എൻ്റെ പേര് ജോയ് അർക്കൽ, മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ മുൻ പ്രസിഡൻ്റാണ്. ആദ്യം ഒരു 2 വാക്ക് ഞങ്ങളുടെ സംഘടനയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന പേരിൽ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി ആണ് നിലകൊള്ളുന്നതെങ്കിലും മെയിൻലി വി സ്റ്റാൻഡ്സ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ഈ നാട്ടിലെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പല വിധത്തിലുള്ള നിയമപരമായും അല്ലാതെയും അട്രോസിറ്റീസിന് വിധേയരാകുന്നുണ്ട്. അവർക്കും കൂടെ നീതി വേണ്ടതാണ് എന്ന് വാദിക്കുന്നതോടൊപ്പം തന്നെ ഈ നിയമങ്ങളുടെ ദുരുപയോഗം മൂലം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒട്ടനവധി പുരുഷന്മാരും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ നിലകൊള്ളുന്നത്. അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി എന്താ പറയുക, പൂമാല ഇടുന്നതോ അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്നതോ ഒന്നും നമ്മുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല. ദയവായി അത് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മിസ്റ്റർ മുകേഷ് മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് എന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ അത് ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ് മിസ്റ്റർ മുകേഷ് നായർ. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ശ്രീ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം അതിജീവിതയെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന വിധത്തിൽ പ്രസ്താവനകളോ വീഡിയോസോ മറ്റൊക്കെ ചെയ്തെന്നുള്ളതാണ്. ഞങ്ങളാരും അതിൽ അങ്ങനെ ഒരു രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു സംഗതി എടുത്തതായിട്ടോ അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഹിറ്റ് കൊടുക്കുന്നതായിട്ടോ ഇവിടെ സാമാന്യ ബോധങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ പല വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ പല വക്കീൽമാരായിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരാരും കാണാത്ത ഒരു കാര്യങ്ങളാണ് ഇന്നിവിടുത്തെ പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കളും കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുരുഷാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന് ഉള്ളത് പോലും നമ്മുടെ സമൂഹത്തിൽ ഒരു എന്താ വലിയൊരു കടുത്ത പാപം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കുറ്റം എന്നുള്ള രീതിയിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമായ കളികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വായ അടയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ ഇവിടുത്തെ പല വ്യക്തികളുടെയും ഒരു ആവശ്യമായിരുന്നു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് കടക്കുന്നില്ല. അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുള്ളത് ഇതിൽ ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, മോറലി നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വലിയൊരു തെറ്റാണ്. അദ്ദേഹം കുറച്ചും കൂടെ ഒരു ധാർമ്മികമായും എന്താ പറയുക ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു സ്വഭാവം കാഴ്ചവെക്കേണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു MLA ആണ്, പൊതുപ്രവർത്തകനാണ്, നമ്മുടെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായും ഞങ്ങളുടെ സംഘടനയും പറയുന്നത്. എന്നാൽ ഇന്നിവിടെ ലീഗലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താണ് അതിലുള്ളതെന്ന് നമുക്കറിയാം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ബന്ധപ്പെടുക, റിലേഷനിലാവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അത് പരസ്പര സമ്മതത്തോടുകൂടി നടക്കുകയാണെങ്കിൽ അതിനെ ആർക്കും എതിർക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ കോടതികൾ പോലും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ പല കോടതികളും DNA ടെസ്റ്റ് നടത്താനായി പുരുഷൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ BSA 116 എന്നാണ് ആ വകുപ്പ്, സെക്ഷൻ 116, അതായത് എവിഡൻസ് ആക്ട് ആണ്. അതിൽ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരാണെങ്കിൽ ആ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി അത് ആരിൽ നിന്നാണെന്നുള്ളത് അപ്രസക്തമാണ്. അത് ആ ഭർത്താവിന്റെ തന്നെയായി കണക്കാക്കപ്പെടുന്നുള്ളതാണ്. വിവാഹബന്ധം ഒഴിഞ്ഞ് 286 ദിവസം കഴിഞ്ഞിട്ടാണ് സ്ത്രീ പ്രസവിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ കുട്ടി ഇവന്റെ കുട്ടിയായി കണക്കാക്കണം. അപ്പോ നിങ്ങൾക്കറിയാം, ആ സ്ത്രീ വിവാഹിതയായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്, അവരും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ഇനി കോടതി തീരുമാനിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വറിന്റെ ഈ അറസ്റ്റിനെ കുറിച്ചാണ്. പുരുഷ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളി. നിങ്ങൾ നോക്കൂ, അതേ സെയിം കേസിൽ 4 പേര് വേറെയും കുറ്റവാളികളാണ്. ഗവൺമെന്റ് 4 പേർക്കെതിരെ വേറെയും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവരിൽ ആരെയും തൊട്ടിട്ടില്ല, പോലീസ് തൊട്ടിട്ടില്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യം. ഇദ്ദേഹം ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നാണുള്ളത് നമുക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയില്ല,
അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള യാതൊരു പിന്തുണകളും ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഒഴിച്ച് വേറെ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ്. എത്രത്തോളം രാഹുൽ ഈശ്വറിനെ ഹറാസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം രാഹുൽ ഈശ്വറിനെ ഹറാസ് ചെയ്ത വാ തുന്നി കെട്ടാനാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരുടെ ചട്ടുകമായി പോലീസ് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഞാൻ രാഹുലിനെ കാണാൻ പോയതാണ്. അപ്പം ഒരു പബ്ലിക് ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇറക്കി വിടുകയാണ് ചെയ്തത്. എനിക്ക് കാണാൻ പറ്റും രാവിലെ വാഷ്റൂമിൽ കൊണ്ടുപോകുന്ന വഴിക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ 2 പ്രാവശ്യം രാഹുലിനെ മിന്നായം കണ്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പബ്ലിക് ഓഫീസാണ്, സൈബർ സെല്ലിൻ്റെ ഓഫീസ്. അവിടെ ചെന്നപ്പോൾ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, ഒരു സിവിൽ സിറ്റിസന് ഒരു റൈറ്റ് ടു സിറ്റ് ദെയർ എന്നുള്ള ഒരു ഇത് പരിഗണന പോലും തരാതെ പുറത്തു പോകാനാണ് പറയുന്നത്. കാരണം നമുക്കവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ കൊടുത്ത് ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനും സൈബർ സെല്ലിൻ്റെ ഓഫീസാണ്. അവിടെ ചെന്നിരുന്നപ്പോൾ അവർ ഇറക്കി വിടുകയാണ്. ഇരിക്കണ്ടെന്ന് ഇവിടെ, നിങ്ങൾ സംസാരിക്കണ്ട, കാണണ്ട എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു എന്താ പറയുക, ഇതെന്തോ ഗുണ്ടായിസമാണ്. ആ രീതിയിൽ പോലീസിൻ്റെ ഒരു പോലീസിനെ ആരുടെ ചട്ടുകെട്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത്തരം ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന കാണുന്നില്ല. ഇത് വല്ലാത്തൊരു വയലേഷനാണ്. നമ്മളൊരു സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ സുഹൃത്താണ് രാഹുൽ, ഒരു ബ്രദർ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അവിടെ പോയി അദ്ദേഹത്തെ കാണാനുള്ള ആവശ്യം ഡിനേ ചെയ്തു. ഇന്നലെ രാത്രി പോയി. പക്ഷെ കാഷ്വലി പുള്ളിയെ വാഷ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ പുള്ളി എന്നെ കാണുമ്പോൾ മുകേഷ് എന്ന് വിളിച്ചിടാ അതിങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു 30 സെക്കൻഡ് സംസാരം, അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒരു സംസാരം, അതിനപ്പുറം ഒരു ഇതിനും അവർ അനുവദിക്കില്ല. 1, 2 അനുവദിക്കാമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇരിക്കാനുള്ള അവകാശം പോലും അവർ തരുന്നില്ല. അപ്പം അതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു രാഹുലിൻ്റെ വായി പെർമനൻ്റ് ആയിട്ട് മൂടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ ഒരു കേസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ അങ്ങനെ മുടി കെട്ടി പുള്ളിയെ പിടിച്ചകത്ത് ആക്കിയിട്ടിരുന്നാലും പുറത്ത് ഇവിടെ വേറെ ആണുങ്ങളും ഉണ്ട് എന്നുള്ളത് അവർ ഓർക്കണം. ഇവരെല്ലാവരെയും പിടിച്ചകത്തിടാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ജയിലിൽ തികയില്ല, അത്രയും ആൾക്കാരുണ്ട്. നമ്മൾ ഇതിന് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻ രീതിയിലുള്ള പ്രതിഷേധം മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും മെൻസ് റൈറ്റ് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മളെല്ലാവരും ഇപ്പോൾ പൊതുവായി നമ്മൾ കാണുന്ന ഒരു ഇതാണ്, അതായത് സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റിലേഷനിൽ ഒരു സ്ത്രീയും പുരുഷനുമായി കഴിഞ്ഞ് എപ്പോഴെങ്കിലും ആ റിലേഷൻ ഒരല്പം ടോക്സിക് ആണ് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീക്ക് വളരെ ഈസിയായി അത് അവിടെ അവസാനിപ്പിക്കാൻ പറ്റുന്നു. സ്ത്രീ ഒരു നോ പറഞ്ഞാൽ അത് നോ ആണ് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സിംഹങ്ങളുടെയൊക്കെ ഒരു ആപ്തവാക്യം. ശരിയാണ്. ഒരു സ്ത്രീയും പുരുഷനും ആയിരിക്കുമ്പോൾ പുരുഷൻ നോ പറഞ്ഞാൽ എന്തുകൊണ്ട് അത് നോ ആയി കാണുന്നില്ല? ഉടനെ പോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു ഒറ്റ സെന്റൻസിൽ അവൻ്റെ ജീവിതം തന്നെ തുറഞ്ഞു പോകുന്ന രീതിയാണ് കാണുന്നത്. ധാരാളം യുവാക്കൾ ഇന്നതിന് നമുക്കറിയാവുന്ന യുവാക്കളിൽ സ്വാഭാവികമായും ബയോളജിക്കലി ഒരാണും പെണ്ണും ഒക്കെ അട്രാക്റ്റഡ് ആവുക എന്നുള്ളതൊക്കെ ഇവിടെ പ്രകൃതിയിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അതിന് തടയാനോ നിയന്ത്രിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ മോറൽ സൈഡിനെ കുറിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞോടുകൂടി ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മോറൽ സൈഡ് പറയുമ്പോൾ നമുക്ക് ഇതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 70s വസന്തം, 70കളുടെ വസന്തമായി, അല്ലെങ്കിൽ കേശവൻ മാമനായി. അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ ആരും തന്നെ പറയാറില്ല. പിന്നെ ലീഗലായിട്ടുള്ള കേസാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെതിരെ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തിയത് പോലും ഒരു ഗൂഢാലോചനയാണ്. അതുപോലെ ഒരു ഗൂഢാലോചനയാണ്. ആ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി ഇദ്ദേഹത്തെ 2 ദിവസമെങ്കിൽ അകത്തിടുക എന്നുള്ള അവരുടെ അജണ്ടയുടെ ഒരു ഭാഗമായി തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു. അദ്ദേഹം അങ്ങനെ ഒരു യാതൊരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല. മറ്റൊരാളുടെ കോട്ട് എടുത്തു പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ തല്ലിയവനോ കുഴപ്പമില്ല, കണ്ടു നിന്നവനാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലെ ഒരു വിഷയമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷനും മിഷൻ മെൻസ് കമ്മീഷൻ എന്ന കൂട്ടായ്മയ്ക്കും വളരെയധികം പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ പ്രതിഷേധം അത് ഇവിടുത്തെ ജനങ്ങളെയും ഭരണാധികാരികളെ അറിയിക്കുകയാണ്. അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൊച്ചുകുട്ടികളും ഭാര്യയും ഒക്കെയുള്ള വീട്ടിൽ പോലീസ് ഇപ്പോൾ കയറി ഇറങ്ങി. നിങ്ങൾക്കറിയാം പോലീസൊക്കെ വരുമ്പോൾ മക്കൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. ഒരു തീവ്രവാദികളോട് പെരുമാറുന്ന പോലെയൊക്കെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കണം. അദ്ദേഹം ആകെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് തെറ്റായി പറഞ്ഞിട്ടുള്ളത്? രണ്ടു കൂട്ടർക്കും ഒരേപോലെ നീതി വേണം എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച ആശയം. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളെ ഒന്നും ഹനിക്കാനായിട്ട് ഈ സംഘടനകളോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ബൈ പേഴ്സൺ ഒന്നും തുനിഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് ആ പ്രിവിലേജസ് നിലനിൽക്കട്ടെ, അത് വേണം. കാരണം ഒരു കാലഘട്ടത്തിൽ അവർ അതിന് മാത്രം ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിച്ചിരുന്ന ഒരു സമൂഹമാണ് അവർ എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ ദുരുപയോഗം വരുമ്പോൾ അത് ആരും എതിർക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് സമൂഹത്തിൽ വന്നു തുടങ്ങി എന്നുള്ളത്. കാരണം ആൾക്കാർ ഇപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങി. നിങ്ങൾക്കൊക്കെ അറിയാം, പുരുഷ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പോഷ് എന്ന് പറഞ്ഞൊരു നയമുണ്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. നല്ലൊരു എന്താ പറയുക, സൗഹൃദം പോലും ഇന്ന് പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടായിരിക്കുക സ്ത്രീകളുമായി. ഉള്ളിൽ ഭയമാണ്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ചോദിച്ചു നോക്കുള്ളൂ പുരുഷന്മാരോട്. വളരെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചെറിയ ഭയം എടുക്കുകയാണ്. ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഒരു സൗഹൃദം പോലും കൊണ്ട് നടക്കാൻ ഇന്ന് പല പുരുഷന്മാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ധാരാളം ഗവൺമെൻറ് ഓഫീസുകളിലെ സുഹൃത്തുക്കൾ ഞങ്ങളെ സമീപിച്ച് പറയുന്നു, ഓഫീസുകളിലെ ജോലി മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? കീഴ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളോട് അവർ ജോലിക്ക് വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രഷർ ചെയ്യാൻ പറ്റില്ല. ഉടനെ അവരുടെ ഭീഷണി വരും. ഞങ്ങൾ സാറിന് ഇതൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ ജീവിതം കട്ടപ്പോകയാണ് കേട്ടോ എന്ന് പറയും. അത് മിസ്യൂസ് ചെയ്യാണ്. ആ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വക ദുരുപയോഗങ്ങൾക്കെതിരെ നിങ്ങളുടെയൊക്കെ സഹകരണം, അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ശരിക്ക് വേണ്ടി നിലകൊള്ളാനാണ് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എപ്പോഴും പുരുഷനെ മാത്രം ഒരു തെറ്റുകാരനായി ചിത്രീകരിക്കരുത്. 5000 കേസ് റിപ്പോർട്ട് ചെയ്തതിൽ 4008 കള്ളക്കേസെന്ന് പോലീസും കോടതിയും കണ്ടെത്തിയാണ്. അപ്പൊ അത്രത്തോളം കള്ളക്കേസുകളാണ് ആണുങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. 5000 കേസുകളിൽ 4008 കള്ളക്കേസ്. ഞാൻ പറഞ്ഞതല്ല, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം മിന്നു വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ കൊച്ചിയിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് രാഹുലും നമ്മളിപ്പോഴുള്ള ആൾക്കാരും, അല്ല നമ്മൾ സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകളുള്ളതാണ്. അപ്പം അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇതുപോലുള്ള മൗലികമായിട്ടുള്ള ഒരു പുരുഷൻ്റെ അവകാശങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നു, അതിൻ്റെ മേലിൽ വേറെ ആൾക്കാർ കാലെടുത്ത് വെച്ച് ചിത്രപ്പണി നടത്തുന്നു, അവിടെയൊക്കെ നമ്മൾ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയ ഒരാളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും അറസ്റ്റിലുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരായ അസോസിയേഷനും മെൻസ് ഫെഡറേഷനും പിന്നെ മിഷൻ മെൻസ് കമ്മീഷനും ചേർന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അതിലെല്ലാത്തിലും ഉപരി നമ്മൾ ഒരു ലോക പുരുഷ സംഗമം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് 8-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും മറ്റു കാര്യങ്ങളും രാഹുലും കൂടെ പുറത്തു വന്നതിന് ശേഷം നമ്മൾ ആലോചിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിജീവിത എന്ന് വിളിക്കാൻ അവർ യോഗ്യതയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 1. 2, ഇവിടെ അതിജീവിത വരൂ. ആരാണ് അതിജീവിത, ആരാണ് ഇര? അദ്ദേഹം പറഞ്ഞത് ഇത്രയാണ്: ശ്രീ സന്ദീപ് വാര്യർജി, അങ്ങക്ക് ഈ സത്യം അറിയാം, ദയവായി അങ്ങ് സംസാരിക്കണം. അങ്ങക്ക് ഈ സത്യം അറിയാവുന്നതാണ്. അങ്ങ് ഈ കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണം, സത്യം പറയണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഏറ്റവും വലിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു സംഭവം ഉണ്ടായിരുന്നു, കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സംഭവം. ആ സംഭവം ഇപ്പോൾ പോയി. ഇപ്പം രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് ആരുടെ ആവശ്യമായിരുന്നു? അതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്നൊക്കെയാണെന്ന് പൊതുവെയുള്ളൊരു സംസാരം ഉണ്ട്. അത് സത്യമാണോ മിഥ്യയാണോന്നൊന്നും അറിയില്ല. ഇപ്പൊ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ രാഹുൽ ഈശ്വർ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനപ്പെട്ട കേരളത്തിനെ മൊത്തം പിടിച്ചു കുലുക്കിയ വലിയൊരു സംഭവം ഇപ്പോഴാരും ചർച്ച ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പൊ അവർക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? അതിവിടെ നടന്നു എന്നുള്ളതാണ്. അത്യാവശ്യം അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ലാത്ത ആൾക്കാർക്ക് കോടതിക്ക് ബോധ്യപ്പെടും. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, എൻഡ് ഓഫ് ദി ഡേ വിശ്വസിക്കുന്നത് കോടതിയിലാണ്. കോടതി സത്യമാണ്, സത്യമേവ ചെയ്ത് സത്യം മാത്രമേ കാണുള്ളൂ, സത്യം മാത്രമേ ജയിക്കുള്ളൂ.